അങ്ങനെ ഇപ്പോൾ ആ ബ്രെയിനിയാക്കിൻ്റെ അറ്റാക്ക് ആയിട്ട് ലോയിസ് വീണത് കണ്ടതും ഞെട്ടിപ്പോയ സൂപ്പർമാൻ ഭയങ്കര ദേഷ്യത്തിൽ ബ്രെയിനിയാക്കിനോട് ഫൈറ്റ് ചെയ്യുകയാണ്. സൂപ്പർമാൻ ബ്രെയിനിയാക്കിനെ അടിച്ചു വീഴ്ത്തുന്നു. എന്നിട്ട് ഉടനെ ലോയിസിനെയും എടുത്തുകൊണ്ട് അവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. എന്നാൽ ഇപ്പോൾ സൂപ്പർമാൻ്റെ ഇത്രയും തല്ല് കിട്ടിയിട്ടും ആ ബ്രെയിനിയാക്കിന് കാര്യമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. പുള്ളിക്കാരനും അവിടുന്ന് എങ്ങോട്ടോ പോകുന്നു. പിന്നീട് കുറച്ച് നേരത്തിന് ശേഷം ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുന്ന ലോയിസിനെയാണ് ഇനി കാണിക്കുന്നത്. ഇപ്പോൾ ലോയിസിന് അപകടം പറ്റിയതറിഞ്ഞ് ലോയിസിൻ്റെ പത്ര കമ്പനിയിലെ ബോസായ മിസ്റ്റർ വൈറ്റ് എന്ന ഒരാളും പിന്നെ ലോയിസിൻ്റെ ഫോട്ടോഗ്രാഫറായ ജിമ്മിയും അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ ലോയിസിനെ പരിശോധിച്ചിട്ട് പുറത്തു വന്ന് അവരോട് ലോയിസിൻ്റെ ആരോഗ്യം വളരെയധികം മോശമായിക്കൊണ്ടിരിക്കുകയാണെന്നും ലോയിസിൻ്റെ ശരീരത്തിൽ അലോയ് എന്ന മെറ്റൽ വളരെയധികം കയറിയിട്ടുണ്ടെന്നും അത് ബ്ലഡുമായി മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നും അത് കാരണമാണ് ഇപ്പോൾ ലോയിസിൻ്റെ ആരോഗ്യം മോശമായിക്കൊണ്ടിരിക്കുന്നതെന്നും ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ ലോയിസിനെ രക്ഷിക്കുവാൻ നോക്കുന്നുണ്ടെന്നും ഡോക്ടർ അവരോട് പറയുകയാണ്. ഇപ്പോൾ ഇതെല്ലാം കേട്ടതും മിസ്റ്റർ വൈറ്റും ജിമ്മിക്കും വളരെയധികം സങ്കടമാവുകയാണ്. അവർക്ക് മാത്രമല്ല, ഇപ്പോൾ ക്ലാർക്ക് കെൻ്റായി വേഷം മാറി അവിടെ വന്ന സൂപ്പർമാനും ഇതെല്ലാം കേട്ട് സങ്കടമാവുന്നു. അതുകൊണ്ട് തന്നെ ലോയിസിൻ്റെ ജീവൻ രക്ഷിക്കുവാനായി സൂപ്പർമാൻ ലോയിസിൻ്റെ ബ്ലഡിൻ്റെ ഒരു സാമ്പിൾ അവിടെ നിന്നും എടുത്തുകൊണ്ട് തൻ്റെ ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡ് എന്ന് പറയുന്ന ക്രിപ്റ്റോണിയൻ സങ്കേതത്തിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവിടെയുള്ള AI പോലത്തെ ഒരു ക്രിപ്റ്റോണിയൻ ടെക്നോളജിയുടെ അടുത്ത് ലോയിസിൻ്റെ ബ്ലഡ് സാമ്പിൾ നൽകിയിട്ട് ലോയിസിനും തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞ് എത്രയും പെട്ടെന്ന് ലോയിസിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള വഴി പറഞ്ഞു തരുവാൻ സൂപ്പർമാൻ പറഞ്ഞതും അപ്പോൾ തന്നെ ആ ക്രിപ്റ്റോണിയൻ AI സൂപ്പർമാനോട് ലോയിസിൻ്റെ ദേഹത്ത് വളരെയധികം അലോയ് എന്ന മെറ്റലുകൾ കയറിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ചെറിയ തോതിൽ ക്രിപ്റ്റോണൈറ്റും പുള്ളിക്കാരുടെ ദേഹത്തുണ്ടെന്നും ഇതിൽ നിന്നെല്ലാം ലോയിസിൻ്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ അതിന് ആർഗോണിയം 44 എന്ന പദാർത്ഥത്തിന് മാത്രമേ സാധിക്കുള്ളൂ എന്നും ഈ ആർഗോണിയം ബ്രെയിനിയാക്കിൻ്റെ കയ്യിലുള്ള ക്രിപ്റ്റോണൈറ്റിനെതിരെ നല്ലതാണെന്നും പക്ഷേ ആർഗോണിയം 44 കിട്ടണമെങ്കിൽ ഭൂമിക്ക് പുറത്തുള്ള ഫാൻറ്റം സോണിൽ പോകണമെന്നും എന്നാൽ അത് അപകടം പിടിച്ചതാണെന്നും കാരണം ഗാലക്സിയിലുള്ള സൂപ്പർ വില്ലന്മാരെ പിടിച്ചിടുന്ന ഒരു ജയിലാണ് ഈ ഫാൻറ്റം സോണെന്നും പക്ഷെ അതൊന്നും വലിയ കാര്യമായി എടുക്കേണ്ട ആവശ്യമില്ല എന്നും കാരണം അതിലും വലിയ അപകടങ്ങൾ അവിടെ വേറെ ഉണ്ടെന്നും അതുകൊണ്ട് തിരിച്ചുവരവ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്നും ക്രിപ്റ്റോണിയൻ AI സൂപ്പർമാനോട് പറഞ്ഞതും അതൊന്നും തനിക്ക് യാതൊരു കുഴപ്പവുമില്ല എന്നും ലോയിസിൻ്റെ ജീവൻ രക്ഷിക്കുവാനായി താൻ ഫാൻറ്റം സോണിൽ പോയി ആ ആർഗോണിയം 44 എടുത്തുകൊണ്ട് തിരിച്ചു വരുമെന്ന് ക്രിപ്റ്റോണിയൻ AIയോട് സൂപ്പർമാൻ പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഫാൻറ്റം സോണിൽ പോകാൻ തീരുമാനിച്ച് അവിടെ നിൽക്കുന്ന സൂപ്പർമാൻ്റെ അടുത്തേക്ക് ആ ബ്രെയിനിയാക്ക് വരികയാണ്. സൂപ്പർമാൻ്റെ DNA ഉപയോഗിച്ചാണ് ബ്രെയിനിയാക്ക് ഇപ്പോൾ സൂപ്പർമാനെ കണ്ടെത്തിയിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ ബ്രെയിനിയാക്ക് തൻ്റെ ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിൽ വന്നത് കണ്ട് ഞെട്ടിയ സൂപ്പർമാൻ ബ്രെയിനിയാക്കിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ബ്രെയിനിയാക്ക് സൂപ്പർമാനെ അടിച്ചു തെറിപ്പിക്കുന്നു. എന്നിട്ട് അവിടെയുള്ള ക്രിപ്റ്റോണിയൻ ഡേറ്റകൾ മുഴുവൻ എടുക്കാൻ വേണ്ടി നോക്കിയാണ് ബ്രെയിനിയാക്ക്. അത് കണ്ടതും നിനക്ക് ക്രിപ്റ്റോണിയൻ ഡേറ്റാസ് ഒന്നും എടുക്കാൻ സാധിക്കില്ല എന്നും അതിന് തൻ്റെ DNA വേണമെന്ന് സൂപ്പർമാൻ ബ്രെയിനിയാക്കിനോട് പറഞ്ഞതും തൻ്റെ അടുത്ത് നിന്റെ DNA ഉണ്ടെന്ന് ബ്രെയിനിയാക്ക് സൂപ്പർമാനോട് പറഞ്ഞു തീർന്നതും അപ്പോൾ തന്നെ അവിടെയുള്ള ക്രിപ്റ്റോണിയൻ AI ബ്രെയിനിയാക്കിനെ സൂപ്പർമാനാണെന്ന് തെറ്റിദ്ധരിച്ച് ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിലേക്ക് സ്വാഗതമെന്നും പറഞ്ഞ് അവിടെയുള്ള ടെക്നോളജീസും മറ്റും ബ്രെയിനിയാക്കിൻ്റെ മുന്നിൽ ഓണാക്കി കാണിക്കുകയാണ്. അത് കണ്ട് സൂപ്പർമാൻ ഞെട്ടുന്നു. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡിൻ്റെ ക്രിപ്റ്റോണിയൻ ടെക്നോളജീസും മറ്റും പ്രവർത്തിപ്പിക്കണമെങ്കിൽ സൂപ്പർമാന് മാത്രമേ സാധിക്കുള്ളൂ. ഇപ്പോൾ ബ്രെയിനിയാക്കിൻ്റെ ശരീരത്തിൽ സൂപ്പർമാൻ്റെ DNA സാമ്പിൾ ഉള്ളതുകൊണ്ട് ബ്രെയിനിയാക്കിന് ഇപ്പോൾ അവിടെയുള്ള ക്രിപ്റ്റോണിയൻ ടെക്നോളജീസ് എല്ലാം ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഇപ്പോൾ ബ്രെയിനിയാക്ക് അവിടെയുള്ള ക്രിപ്റ്റോണിയൻ ഡേറ്റ മുഴുവൻ എടുക്കാൻ പോവുകയാണ്. ഇത് കണ്ടതും താൻ അതിന് നിന്നെ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് സൂപ്പർമാൻ ആ കെട്ടിടം മുഴുവൻ അവിടെയുള്ള ടെക്നോളജി ഉപയോഗിച്ച് പൊട്ടിത്തെറിപ്പിക്കാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് ബ്രെയിനിയാക്ക് ഞെട്ടിപ്പോകുന്നു. അങ്ങനെ അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുകയാണ്. ആ പൊട്ടിത്തെറിയിൽ ഫോർട്രസ് ഓഫ് സോളിറ്റ്യൂഡ് ഇല്ലാതെയാകുകയാണ്. പക്ഷേ ബ്രെയിനിയാക്ക് ആ പൊട്ടിത്തെറിയിൽ നിന്നും രക്ഷപ്പെടുന്നു. എന്നിട്ട് സൂപ്പർമാൻ അവിടെ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് നോക്കിയതും അവിടെ എങ്ങും സൂപ്പർമാൻ്റെ ശരീരത്തിൽ നിന്നുമുള്ള എനർജി സിഗ്നൽസ് ഒന്നും കാണിക്കുന്നില്ല എന്ന് ബ്രെയിനിയാക്ക് കാണുകയാണ്. അപ്പോൾ തന്നെ ബ്രെയിനിയാക്ക് ആ പൊട്ടിത്തെറിയിൽ സൂപ്പർമാൻ മരിച്ചു എന്ന് വിചാരിച്ച് വലിയ സന്തോഷത്തോടെ ബ്രെയിനിയാക്ക് അവിടുന്ന് പോവുകയാണ്. പക്ഷെ നമ്മുടെ സൂപ്പർമാൻ മരിച്ചിട്ടൊന്നുമില്ല. പുള്ളിക്കാരൻ ഇപ്പോൾ ആ പൊട്ടിത്തെറിയിൽ നിന്നും രക്ഷപ്പെട്ട് ഇപ്പോൾ ഫാൻറ്റം സോണിൽ വന്നിരിക്കുകയാണ്.